ഇവിടെ തെറ്റ് ചെയ്തിരിക്കുന്നത് നിന്റെ അച്ഛനും വാമേട്ടനും ഒക്കെയാ. അതുകൊണ്ടിനി അനന്തവും ലേഖയൊക്കെ ലക്ഷ്മി ഉപദേശിക്കുകയും കണ്ണനോട് കാര്യങ്ങളൊക്കെ തുറന്നു പറയുകയും ചെയ്തു കഴിഞ്ഞാ അതോടെ ഇതൊക്കെ ബലക്കും. ഞാനിത് വാമേട്ടനോട് പറഞ്ഞതാ. അതുകൊണ്ടേ അത്യാഗ്രഹം എല്ലാരും കുറച്ച് കുറയ്ക്കുന്ന നല്ലതാ. എന്നെക്കാൾ കൂടുതൽ അത്യാഗ്രഹം ഇവിടെ കാണിക്കുന്നത് അമ്മാവനല്ലേ അമ്മായി? ഉണ്ണിയേട്ടന്റെ അച്ഛനെ കൊല്ലാൻ കാരണക്കാരൻ ആരാ? എന്റെ അച്ഛന് ഉണ്ണിയേട്ടന്റെ അച്ഛനെ അറിയത്തുപോലും ഇല്ല. അങ്ങനെയുള്ള ആൾക്ക് കൊല്ലാൻ വേണ്ടി കൊട്ടേഷൻ കൊടുത്തത് അമ്മാവനല്ലേ? എന്നിട്ടും ഇങ്ങനെയൊക്കെ പറഞ്ഞാലോ? ആ, അങ്ങേര് വന്നിട്ടുണ്ട്. അയ്യോ, ഇങ്ങേർക്ക് എന്താ പറ്റി ഈശ്വര? ചന്ദ്ര, നീ വയ്ക്കോ. അയ്യോ, ഇത് നീ വെച്ചോ. ശരി. അയ്യോ 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 അയ്യോ. പൈസയാണോ ഇത്? അവക്ക് പൈസയാണ് പ്രധാനം. എന്റെ അവസ്ഥ കണ്ടില്ലേ? കിട്ടുന്നത് ഇപ്പൊ ആദ്യം തരാമെന്നല്ല പറഞ്ഞത്. ദാ എടുത്തോ, ശരിക്ക് കിട്ടിയിട്ടുണ്ട്. ശരീരവാസകലം ചതച്ചാ വിട്ടത്. ആര്? ആനന്ദ് വിളിച്ചത് പൈസ തരാൻ അല്ലടി സീമന്തിനി. അവൻ കാറി കൊണ്ടുവന്നത് പൈസ അല്ല, പകരം ആ കാറിൽ നിന്ന് ഇറങ്ങിയത് മാർക്കോയോ അവന്റെ കൂട്ടുകാരനുമാ. അയ്യോ അയ്യോ അയ്യോ, തല്ലി തവിട് പൊടിയാക്കി. വരുന്ന വഴി വേണ്ട ആശുപത്രി കയറിയിട്ടാ വരുന്നത്. ഞാൻ പറഞ്ഞതാ അവ അങ്ങോട്ട് വിളിക്കുമ്പോഴേ സൂക്ഷിക്കണോന്ന്. ആ, അവരിത്രയ്ക്ക് ധൈര്യം കാണിക്കാനുള്ള കാര്യം എന്താ അമ്മാവാ? എനിക്കൊന്നും അറിയത്തില്ല മോളെ. കണ്ണനോട് പോയി സത്യം പറയാനാ അനന്ത് പറഞ്ഞത്. എനിക്ക് തോന്നുന്നത് കണ്ണനോട് അവരെല്ലാം പറഞ്ഞിട്ടുണ്ടെന്നാ. ഇതിന്റെ ഒന്നും ആവശ്യമില്ലെന്ന് ഞാൻ പറഞ്ഞതാ. ഇനിയിപ്പോ കണ്ണൻ പ്രതാപനെതിരെ കേസ് കൊടുത്താലോ? അച്ഛനെ പോലീസുകാര് പിടിച്ചോണ്ട് പോയാ ഉറപ്പായിട്ടും അച്ഛൻ അമ്മാവന്റെ പേര് പറയും. ഇപ്പൊ തന്നെ പകുതി ചത്ത ശരീരമാ എന്റെ. ചാകാൻ കിടക്കുന്നവരെ നീ തൂക്കിക്കൊല്ലല്ലേ മോളെ? അങ്ങനെ കേസ് നടക്കുകയാണെങ്കിൽ എന്റെ അച്ഛനെ അമ്മാവൻ രക്ഷിക്കണം. എന്റെ അച്ഛന്റെ കേസ് നടത്തണം. 10 പൈസ ഉണ്ടാക്കാനാ ഞാൻ ഈ കളി കളിച്ചത്. എന്നിട്ട് അത് കിട്ടിയില്ല എന്ന് മാത്രമല്ല, ഇനി കുടുംബം വിറ്റ് ഞാൻ കേസ് നടത്തണോ മോളെ? എന്റെ അച്ഛന്റെ അവസ്ഥ അതാ. കേസ് നടത്തുകയാണെങ്കിൽ കുടുംബം വിൽക്കേണ്ടി വരും. എന്തായാലും വലിയ പ്രതീക്ഷയോടെ ഞാൻ വന്നത്. ഇത് വല്ലാത്ത നിരാശയായി പോയി. എന്റെ ദേഹത്ത് പരിക്ക് പറ്റിയതിൽ നിനക്കൊരു വിഷമോ ഇല്ലയോ മോളെ? എനിക്കൊരു വിഷമോ ഇല്ല. അമ്മാവൻ കാരണം ഇപ്പൊ എല്ലാവരും ഇങ്ങനെ കിടന്ന് നട്ടം തിരിയുന്നത്. ലക്ഷ്മിയുടെ കണ്ണന്റെ ഒക്കെ മുന്നില് തല താഴ്ത്തി നിൽക്കേണ്ടി വരുന്നതും അതുകൊണ്ട് മാത്രമാ. കിട്ടേണ്ടത് തന്നെ അമ്മാവന് കിട്ടിയത്. നിങ്ങളും നിങ്ങളുടെ മോനും ഇതുപോലെ എന്തിനൊക്കെ ഇറങ്ങി പുറപ്പെട്ടിട്ടുണ്ടോ അതിന്റെയൊക്കെ അവസാനം ഇത് തന്നെ ഉണ്ടായിരിക്കുന്നത്. അതിലൊരു മാറ്റവും ഇല്ല. തല്ലെരന്ന് വാങ്ങി കിടപ്പിലാകുന്ന ഒരു അച്ഛനും മോനും. ഒരുത്തനാണെങ്കിൽ ജഡ കണക്കാ കിടക്കുന്നത്. അതിന്റെ കൂടെ അങ്ങനെ തല്ലും വാങ്ങിച്ചോണ്ട് വന്നിരിക്കുക. എന്നെ ഒന്ന് പിടിക്കടി, എനിക്ക് തീരെ വയ്യ. വെള്ളം തിളപ്പിച്ച് എന്റെ ദേഹത്തൊക്കെ ഒന്ന് വെക്ക്. വെള്ളം തിളപ്പിച്ച് നിങ്ങളുടെ ദേഹത്ത് വയ്ക്കല്ല വേണ്ടത്. വെട്ടിത്തിളച്ച വെള്ളം നിങ്ങളുടെ ദേഹത്ത് ഒഴിക്കുക വേണ്ടത്. വാങ്ങോട്ട്. ഓ അയ്യോ,
തൊല്ലം വാങ്ങിച്ചോണ്ട് വന്നിരിക്കുന്നു. നടക്ക് അങ്ങോട്ട്. ആ ഓരോ കുരുട്ടുപതികൾ ആലോചിക്കുമ്പോൾ ഓർക്കണമായിരുന്നു. ഇവിടുന്ന് പോകുമ്പോ എന്തൊക്കെയായിരുന്നു ഫോട്ടോ കൂത്ത്. ഒരു ആനക്കെടുപ്പത്. ഇപ്പൊ ആനയെ കൊണ്ടെടുക്കണ്ട.